എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഈസി ആയിട്ട് വെറും 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ഗ്ലാസ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി എടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നമ്മൾ ഒഴിവാക്കാൻ പാടില്ല, കാരണം പഞ്ചസാര ചേർക്കുമ്പോഴാണ് നന്നായിട്ട് തന്നെ മുരിഞ്ഞ് കിട്ടുകയുള്ളൂ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ഗ്ലാസ് മൈദയിലേക്ക് 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതേപോലെ നമ്മൾ 1 കപ്പ് മൈദയാണ് എടുക്കുന്നതെങ്കിൽ 1 കപ്പ് തന്നെ വെള്ളം എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു മാവ് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ അത് ചുട്ടെടുക്കുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു രീതിയിൽ ചുട്ടെടുത്താൽ മാത്രമാണ് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ 1 സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അപ്പോൾ നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ തന്നെ മാവ് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ഒരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മുട്ടയാണ്. ഞാനിവിടെ 1 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ മാവ് മിക്സിയിൽ അടിക്കുന്ന സമയത്ത് മുട്ട ചേർക്കരുത്. മാവ് റെഡിയാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ മുട്ട ചേർക്കേണ്ടത്. ഒരുപാട് അങ്ങ് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കിയ മാവ് ഇതേപോലെ പരത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരം ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ തയ്യാറാക്കേണ്ടത്. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് മറിച്ചിട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. അങ്ങനെ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാനായിട്ടും. അതേപോലെ വളരെ സോഫ്റ്റാണ് ഇത് കഴിക്കാനായിട്ടും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണിത്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ചെയ്തു നോക്കണം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. സോ താങ്ക് യു.